സോ ഗൈസ്, ഈ ഒരു വീഡിയോ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊരു പിടുത്തമില്ല. കാര്യം എക്സൈറ്റ്മെന്റ് അറ്റ് ഇറ്റ്സ് പീക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇരുന്നുകൊണ്ട് പോലും വീഡിയോ ചെയ്യാൻ പറ്റാത്ത അത്ര ഹൈലി ഞാൻ നിൽക്കുകയാണ്. അതേ ഗൈസ്, അങ്ങനെ ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അതേ ഗൈസ്, ഒടുവിൽ നമ്മൾ ജയിച്ചിട്ടേ അമ്മാരാ. ഇത് നമ്മുടെ വിജയം, നമ്മുടെ വിജയം അല്ലേ? ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്ക് അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ അത്ര ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം ഉണ്ടായിരിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു എന്താ പറയാ, അപ്പോഴത്തേക്കിനുണ്ടായിരിക്കുന്ന അഡ്രിനാലിൻ റഷ്, ഇതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ വിജയമാണ് ഗൈസ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ നമ്മൾ മുട്ട് മടക്കിച്ചു. പാറ്റകളെന്ന് വിളിച്ചിട്ട് നമ്മളെ കളിയാക്കി എല്ലായിടത്തിനെ കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ആ പാറ്റകളെന്ന് വിളിച്ചിരിക്കുന്ന ആ ജഡ്ജി തന്നെ ഇപ്പം മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ അവരെ ഉദ്ദേശിച്ചിട്ടല്ല, കുറെ ആൾക്കാർ ഉടായ്പ് കാണിച്ചിട്ട് ഇതുപോലെ ഈ പറയുന്ന അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ട്, അവരെ കുറിച്ചിട്ടാണെന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി സമയം വൈകിപ്പോയി. അതിനു മുന്നേ നമ്മൾ എത്തേണ്ടിടത്ത്, ഈ ആൾക്കാർ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ നമ്മൾ ജയിച്ചു ഗൈസ്. ഓക്കെ, പിന്നെ കുറെ സംഖ്യകൾ ഉണ്ടായിരുന്നല്ലോ, വന്ന് പറയുന്നുണ്ടായിരുന്നത് ഇത്തിരി പീക്കിരി പിള്ളേർ പോയിട്ട് അവിടെ ജന്തർ മന്ദർ പോയിട്ട് കിടന്നു കഴിഞ്ഞാൽ, അട്ടിയടിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റീൽസ് കൊണ്ട് നടക്കുന്നത് എന്നാ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേടാ, റീൽസ് തോണ്ടി നടക്കുന്ന പിള്ളേരാടാ ഇവിടെ വന്നിട്ട് ഈ ഒരു രാജ്യത്തിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ മുട്ട് മുടക്കിയിട്ടുള്ളത്. ഓ, എനിക്കുണ്ടല്ലോ പ്രൗഡ് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ആ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ശ്വസിക്കുക എന്നൊക്കെ പറയല്ലോ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വാക്കുകൾ പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങനെ വലിഞ്ഞു പോകും. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. എന്നാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങേരുടെ മറ്റേ രാജിക്കത്ത് നമുക്കെന്നാണെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം കേൾക്കാം. ഇതിനകത്ത് ഇയാളൊരു സാധനം അടിക്കുന്നുണ്ട് ഈ രാജി വെച്ചതിൻ്റെ പുറത്ത്. അതായത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ വേറെ കുറച്ച് ഗിമിക്കുകളോടെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അത് ഇയാളുടെ ഈ ഒരു രാജിക്കത്തിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് എന്താണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ജെമിനി കൊച്ചിനോട് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു രാജിക്കത്തിൽ പറയുന്നതെന്നുള്ളത്. എൻ്റെ യുവ സുഹൃത്തുക്കളെ, പ്ലീസ് ദയവ് ചെയ്തിട്ട് സുഹൃത്തുക്കൾ എന്ന് മാത്രം പറയരുത്. ഒരാൾ അവിടെ കിടന്ന് ഡിയർ ഫ്രണ്ട്സ്, ഫ്രാൻസ് ആണോ പോർച്ചുഗലാണോ, ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ബ്രോ, എനിക്ക് ആദ്യം ഫസ്റ്റ് ചോദിക്കോളാം, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ, നമ്മുടെ യൂത്ത് ഒക്കെ ആണെങ്കിൽ രാത്രിയിലാണ് കൂടുതൽ ഉണർന്നിരിക്കുക എന്നുള്ള പുള്ളിക്ക് ഇപ്പോഴാണ് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അർദ്ധരാത്രി വന്നിട്ട് ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എനിക്ക് നിങ്ങളുടെ ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് യുവർ സ്കിൻ കെയർ ബ്രോ? വെട്ടിത്തിളങ്ങി ഇരിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ സ്കിൻ കെയർ, എന്താണ് അതൊന്ന് ബ്രോ, നിങ്ങൾ നരേന്ദ്രമോദി ബ്രോ നിങ്ങളൊന്ന് പറയണം. ബാക്കി വായിക്കാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഞാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കുമായി സമർപ്പിതനായി പ്രവർത്തിച്ചു വരികയാണ്. ശക്തവും ഉൾക്കൊള്ളുന്നതും ദൂരക്കാഴ്ചയുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ തറക്കൽ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങേറെ മോളെ വിദേശത്താണ് വിട്ട് പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടുത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നുണ്ടെങ്കിൽ മോളെ അവിടെ വിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യക്കാർ ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ മതി എന്നുള്ളത് അല്ലേ? ബാക്കി വായിക്കാം. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളെയും വികാരങ്ങളെയും അവരുടെ ന്യായമായ ആവശ്യങ്ങളെയും ഞാൻ ആഴത്തിൽ മാനിക്കുന്നു. ഭാരതത്തിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ എല്ലാം രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിന്റെ നൈതികമായ നിശ്ചയദാർഢ്യമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ദൂരക്കാഴ്ചയുള്ള നേതൃത്വത്തിൽ രാഷ്ട്രത്തെ സേവിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഭാരത സർക്കാർ ഇത് ഉടൻ തന്നെ ഗൗരവമായി എടുക്കുകയും അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷയുടെ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBT രീതിയിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ സമയം അത്രയും 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ സുഗമമായി നടത്തുക എന്നതായിരുന്നു നമ്മുടെ പ്രധാന മുൻഗണന. ഇതിനായി ഹോൾ ഓഫ് ഗവൺമെന്റ് അപ്രോച്ച് അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചു. ഇതിൽ ഭാരത സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകളും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങളും നിർണായക പങ്കുവഹിച്ചു. ഒപ്പം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 ഈ പരീക്ഷ പൂർത്തിയായി. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഈ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതിരിക്കുകയും ചെയ്തു. പരീക്ഷാ മാഫിയ കാരണം മിടുക്കരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരില്ലെന്നും ഒരു വിദ്യാർത്ഥിയോടും അനീതി കാട്ടില്ലെന്നും ഉള്ളത് എൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു. അതെ, നിങ്ങൾ ഒരിക്കലും പിന്മാറിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ സൂപ്പറായിരുന്നു. ഓക്കെ, ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് UG പരീക്ഷാ ഫലം തൃപ്തികരമായിരുന്നു. പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾക്കും ഇതിൽ വിജയം നേടാനായി. എന്നാൽ ഈ സമയത്തും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പല വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ചു. ഇത് മനസ്സിനേറെ വിഷമമുണ്ടാക്കി.
നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയിൽ എപ്പോഴും അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുന്ന ആളാണ് ഞാൻ. യുവാക്കളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ മാനിക്കുന്നു. അവർ ഭാരതത്തിൻ്റെ ഭാവി മാത്രമല്ല, പുതിയതും വികസിതവുമായ ഒരു ഭാരതത്തിൻ്റെ വാഹകരും നിർമ്മാതാക്കളും ഭാവിയുടെ ശില്പികളുമാണ്. ഇതൊക്കെ ഇപ്പോഴാണോ ഏമാന് തെളിഞ്ഞു വന്നത്? കഴിഞ്ഞ 10 ദിവസത്തെ സംഭവ വികാസങ്ങൾ കണ്ട് എൻ്റെ മനസ്സേറെ ദുഃഖിതമാണ്. ഇത് എനിക്ക് വ്യക്തിപരമായ അന്തസ്സിൻ്റെ വിഷയമല്ല. ഭാരതത്തിൻ്റെ യുവശക്തി തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത്. രാജ്യത്തെ യുവശക്തി തെറ്റിദ്ധാരണകളുടെ ചതിക്കുഴിയിൽ വീഴാൻ അനുവദിക്കില്ല. ഇതാണ് എൻ്റെ നിശ്ചയദാർഢ്യം. ജന്തർ മന്ദറിലും രാജ്യത്തുടനീളം ഉടലെടുത്തിട്ടുള്ള സാഹചര്യം ദേശവിരുദ്ധ ശക്തികൾ മുതലെടുക്കരുത്. രാജ്യത്തിൻ്റെ ഐക്യം നിലനിൽക്കണം. ഭാരതത്തിലെ ഒരു വിദ്യാർത്ഥികളുടെയും ഭാവി നിയമക്കുരുക്കുകളിൽ പെട്ടുപോകരുത്. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ സമയം ചെലവഴിക്കണം, കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ കാര്യങ്ങൾ പരിഗണിച്ച് ഞാൻ എൻ്റെ രാജിപത്രം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു നറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ രാജിവെച്ചത് ഇയാളുടെ കഴിവുകേട് കൊണ്ടായതുകൊണ്ടാണെന്നല്ല ഇയാൾ പറയുന്നത്. അതായത് ഈ സ്റ്റുഡൻസിനെ എല്ലാവരും കൂടെ ആൻറ്റി നാഷണലൈസ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് വന്നിട്ട് ദുരുപയോഗപ്പെടുത്തുമെന്നുള്ള ഇതുകൊണ്ടാണ് ഇയാൾ രാജിവെച്ചത്. ഇല്ലാതെ ഇയാൾ രാജിവെച്ചില്ല, അല്ലാതല്ല ഇയാൾക്ക് സ്വയം ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടും ഇയാൾ കഴിവുകെട്ടവനാണെന്ന് തോന്നിയതിൻ്റെ പേരിലല്ല ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? ആൻറ്റി നാഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ മുതലെടുക്കുന്നു, അങ്ങനെ സംഭവം നടത്തുക. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് വേറെ കുറേ നറേറ്റീവ്സ് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അല്ല, നിങ്ങൾ ഇത്രയും ഭയങ്കര ഈ പറയുന്ന കൃത്യതയോടുകൂടി ചെയ്താണെന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികളെയൊക്കെ കഴിഞ്ഞ വീടിക്കകത്ത് വെച്ചാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ അവിടുത്തെ ഒരു ഡൽഹി പോലീസ് പറയുന്നുണ്ടായിരുന്നു ബാക്കി ഇരിക്കുന്ന പയ്യന്മാരുടെ അടുത്ത്, നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന മാറിയില്ലെങ്കിൽ നേരെ 50 ഗ്രാം ഇത് നിന്റെയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അജണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനാണ്? അവിടെ ആ വിദ്യാർത്ഥികൾ വരുന്നതിന് മുന്നേ ആയിട്ട് തലേദിവസം തന്നെ ടോട്ടൽ ലോസ് ആയ വണ്ടികൾ അവിടെ കൊണ്ടിട്ട് എന്തിനാണ്? അല്ലെങ്കിൽ ആ കുട്ടികളെ എറിയാൻ വേണ്ടിയിട്ട് ടോറസ് ലോറിക്കകത്ത് ആ ലോഡ് നിറച്ച് ഈ പറയുന്ന കല്ലുകൾ കൊണ്ട് നിറച്ചിട്ടേക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ പോലീസുകാരുടെ ലാത്തിക്കകത്ത് ഈ ആണി അടിച്ചു വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇനിയും ഉത്തരം തരേണ്ടിയിരിക്കുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. മനസ്സിലായില്ലേ? നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾ രാജിവെച്ചു. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നിങ്ങളെ മുട്ടുമടക്കിച്ച് നിങ്ങളുടെ കസേര തെറിപ്പിച്ച് നമ്മുടെ BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? യൂണിറ്റിയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത്. ആ യൂണിറ്റി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ ആ സ്ട്രെങ്ത് കണ്ടു. നിങ്ങൾ ഇത്രയും നാളും ഏകാധിപത്യ ഡിക്റ്റേറ്റർഷിപ്പ് നിങ്ങൾ എല്ലാവരും കൂടെ കാണിച്ചപ്പോഴത്തേക്കിന് ഡെമോക്രസി എന്താണെന്നുള്ളത് നമ്മുടെ പിള്ളേർ കാണിച്ചു തന്നു. ഓക്കെ, വളരെ അതുകൊണ്ടാണെന്നുള്ളത്. എപ്പോഴും കഴിവുകേട് സമ്മതിക്കരുത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും ഞാൻ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മന്ത്രിസഭയിലെ എൻ്റെ എല്ലാ ബഹുമാന്യരായ സഹപ്രവർത്തകർക്കും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും എന്നോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. രാഷ്ട്ര സേവനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന. ഇതിനായി ഞാൻ എപ്പോഴും സമർപ്പിതനായിരിക്കും. ശ്രീ ജഗന്നാഥ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാവിയിലും ഭാരതമാതാവിനും ഒഡീഷയിലെ ജനങ്ങൾ രാജ്യത്തെ യുവാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനുമായി സാധ്യമായ എല്ലാ രീതിയിലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. നിങ്ങളുടെ ധർമ്മേന്ദ്ര പ്രധാൻ. ഞങ്ങളുടെ അല്ല, അയ്യോ നമ്മുടെ അല്ലേ, നമ്മുടെ രാജേന്ദ്ര പ്രധാനല്ല, അയ്യോ ധർമ്മേന്ദ്ര പ്രധാനല്ല. ഈ പറയുന്ന നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പം ഇങ്ങനൊരു വിഷയമൊക്കെ നടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനും ഈ പറയുന്ന ഇതിനു മുമ്പ് 47 മുന്നേയുള്ള സ്വാതന്ത്ര്യ സമര സമയത്തും ഈ പേളിമാണി, ദിയ കൃഷ്ണ അല്ലെങ്കിൽ മേജർ രവി ഇവരെ പോലുള്ള കുറേ പുഴുക്കുത്തുകൾ ഇതുപോലെ ചില ഈ പറയുന്ന ഇവരെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇപ്പോൾ ഈ പറയുന്ന ഇവരെ BJPനെ സപ്പോർട്ട് ചെയ്തും അതേപോലെ തന്നെ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നോക്കി വെച്ചേക്കുക. ഇവിടെ അവർ പോയി കിടന്ന് തല്ലുകൊണ്ട് ഇതൊക്കെ ചോര ഒലിപ്പിച്ചുകൊണ്ടൊന്ന് അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമുക്ക് വേണ്ടി അവർ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരങ്ങനെ പോയിട്ട് പോരാടിയതിൻ്റെ പേരിൽ മാത്രം കിട്ടിയേക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇത്. ഒന്നും ചെയ്യാതെ AC റൂമിനകത്ത് ഇരുന്നിട്ട് മറ്റേ പേളിമാണിയൊക്കെ എന്താണ് പറഞ്ഞത്? ഓ, നിങ്ങൾ എന്തിനാണ് അടികൊള്ളുന്നത്? വീട്ടിൽ പോയി അങ്ങനെ ഇരുന്നാൽ പോരെയെന്ന്. AC റൂമിൽ ഇരുന്നത് പറയാൻ എളുപ്പമാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. നിങ്ങളുടെ രഞ്ജിനി ഹരിദാസിന്റെ പല സാധനങ്ങൾ ഇപ്പോഴും ഭയങ്കര വൈറലാകുന്നത് അന്ന് ബിഗ് ബോസ് വെച്ചൊക്കെ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ. എന്നിട്ട് അതിന് മേജർ രവി പറഞ്ഞ എന്താണോ, ഓ ഫെയിമിന് വേണ്ടിയിട്ടാണ്, അപ്പൊ അവർക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല, പോടെ എടുക്കുക അവിടുന്ന്. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ ഇത് കുട്ടികളെയൊക്കെ ഇങ്ങനെ ഈ പ്രൊട്ടസ്റ്റിന് വന്നേക്കുന്ന ആൾക്കാർ ഇങ്ങനെ മൃഗീയമായിട്ടൊക്കെ ചെയ്തേക്കുന്ന ഇവരെല്ലാരും കൂടെ ചേർന്ന് ചെയ്തല്ലോ. എന്നിട്ട് ഇയാൾ മറ്റേ ഒന്നും അറിയാത്തില്ല രാമനാരായണ എന്നുള്ളൊരു മൂഡില് ഇയാളുടെ ഒരു കഴിവുകേടല്ല, മറ്റേ ഇത് ആന്റി നാഷണൽ എലമെന്റ്സ് വന്നിട്ട് ഇത് ദുരുപയോഗപ്പെടുത്തും അങ്ങനെ ഒരു ഇഷ്യൂ ഇത് പറയുന്നുണ്ടല്ലോ. ഇയാൾ പണ്ട് ഇതുപോലൊരു പ്രൊട്ടസ്റ്റിന് കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കുന്ന ഒരുത്തിനാണ്. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇങ്ങോട്ട് വെക്കാം. Cockroach friends, I found something funny. Take a look at this. This is a report in Economic Times.
In 1997, Dharmendra Pradhan protested against paper leak outside Odisha Secretariat as a student leader and was beaten. What? Dharmendra Pradhan was a student activist with Akhil Bharatiya Vidyarthi Parishad years before he became India's union minister. During this time in student politics, Pradhan organized protests, participated in rallies, and served as the ABVP's national secretary for 2 terms between 1994 and 97. Nearly 3 decades later, Pradhan, as education minister, has been at the center of protests over alleged irregularities in the NEET UGC examination. Honestly, I don't know how to feel about this. What happened to him? Seriously, what happened to you, Dharmendra Pradhan? तूने भी लाठी खाई है? He sustained fractures apparently. Brutally beaten. And now you are doing this to students also. Crazy. क्या हो गया तुझे? Dharmendra Pradhan. ധർമ്മേന്ദ്ര പ്രധാൻ വാട്ട് ദ ഫക്ക് ബ്രോ. നിങ്ങൾ അന്ന് പോയിട്ട് കുറെ പ്രൊട്ടസ്റ്റ് ഇറങ്ങിയത് കുറെ തല കിട്ടിയ കാര്യങ്ങളെ ചെയ്യുന്നത് അതേ വ്യക്തി തന്നെ ഇന്നിപ്പോ ഈ സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ രീതിയിൽ കാണിക്കുന്നു. ഇനി നമ്മുടെ മോദിജി ബ്രോ, മോദി ബ്രോ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ഫോൺ ആദ്യം ഉണ്ടല്ലോ ഇങ്ങനെ മറ്റേ ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ മറ്റേ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തൂക്കി അത് ഒരു കാര്യം പറഞ്ഞിട്ട് എത്രയോ സമയമാണ് ലാഗ് 2x ഇട്ടിട്ടും കേൾക്കാൻ മുടിഞ്ഞ പാടാണ്. സംഭവം എന്തെന്ന് അറിയോ, നിങ്ങൾ അതിനൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും പ്രോംപ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഫ്രണ്ട് ഇത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്തുവാണ് എൻ്റെ ഭായി, നിങ്ങൾ അതിനകത്ത് സംസാരിക്കാൻ ഇത് സ്ക്രിപ്റ്റ് ഇല്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? ഈ പറയുന്ന വേൾഡിലെ മറ്റ് ന്യൂസുകളും വേൾഡിലെ പല ആളുകളൊക്കെ നിങ്ങളെ നല്ല പറ്റു വർത്താനം പറയുന്നുണ്ട്. സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, സ്ക്രിപ്റ്റിലാണ് നിങ്ങൾ സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയും. എന്ത് നാണക്കേടാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നാണക്കേട് ഉണ്ടാക്കില്ലേ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ സ്ക്രിപ്റ്റില്ലാതെ ഒന്ന് സംസാരിക്കാനെ കൊണ്ടൊന്ന് പഠിക്കൂ. ഓക്കെ, എന്താണെങ്കിലും ആദ്യം ഇങ്ങനെ ഫ്രണ്ട്സ് എന്നൊക്കെ എന്നുള്ള പറഞ്ഞുള്ള ഒരു സംഭവത്തിന് ശേഷമാണെങ്കിൽ ആൾക്കാർ പറഞ്ഞു ഇതെന്തോ ഇങ്ങനെയാണെന്നോ ഒരു മറ്റേ ഇല്ല വാട്സപ്പിൽ മറ്റേ 2 പ്രാവുകൾക്കിടയിലോട്ട് ഗുഡ് മോർണിംഗ് അടയ്ക്കുന്ന അമ്മമാരുണ്ടല്ലോ, അതുപോലെ എന്നിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അയക്കുന്നു. അതിന് പറഞ്ഞു നിങ്ങൾ എന്ത് കാണിക്കുന്നു പറഞ്ഞു, ഇച്ചിരി ഫോണൊക്കെ എന്തെങ്കിലും മര്യാദയ്ക്ക് പിടിക്കുന്ന പറയുമ്പോഴത്തേക്കിന് നേരെ വിളിച്ചിട്ട് ഫ്രണ്ട്സ് താങ്ക് യു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിൽ ഇതിനകത്ത് തൊട്ടുപുറകെ തന്നെ നടൻ സൂര്യയുടെ ഭാര്യയായിട്ടുള്ള ജ്യോതിക പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല ആളുകൾ ഇതിൻ്റെ പുറകെ തന്നെ സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ന്യൂട്രലായിട്ട് ഇങ്ങനെ ഒക്കെ തിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ അന്ന് 47 മുന്നേ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്താണെങ്കിൽ അവർ നമുക്ക് നേടി തന്നപ്പോഴത്തേക്കിന് നിഷ്പക്ഷരായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നേക്കുന്ന ചില ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതുപോലെ എന്നിട്ട് അവരുടെ കഷ്ടപ്പാടിൻ്റെയും വേദനകളുടെയും ഇതുപോലെ ഏശ്രീമിരുന്ന് ഇവർക്ക് ഇങ്ങനെ പറയാമല്ലോ, അന്ന് അവർ കഷ്ടപ്പെട്ടതിൻ്റെയും വേദന കൊണ്ട് അതിൻ്റെ ചോര ഒലിപ്പിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യമൊക്കെ നമ്മളിവിടെ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ജീവിക്കാനെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. ഇവിടെ പ്രൊട്ടസ്റ്റിന് പോയേക്കുന്ന ആൾക്കാർ, സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയേക്കുന്ന ആൾക്കാർ എന്നതിനുപരി ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും പോയി കിടക്കുന്നത്. ഇപ്പോൾ പേളിമലയുടെ കുട്ടികൾക്ക് നാളെ ആണെങ്കിൽ ഇത്തരത്തിൽ നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പറഞ്ഞേക്കുന്ന ഇതല്ലേ, ഇവരവിടെ പോയി കിടന്ന തല്ലുകൊണ്ടതിൻ്റെ ഒക്കെ പേരിലൊക്കെ തന്നെയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അവരവിടെ പോയി കിടന്നുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ ദിയാകൃഷ്ണ ആണെങ്കിലും മേജർ രവി ആണെങ്കിലും നിങ്ങളുടെയൊക്കെ ബന്ധത്തിലും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇനിയും നാളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പോകത്തില്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അസുഖം പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിക്കാനെ കൊണ്ട് പോകത്തില്ലേ? കുറെ ഇത് എന്താണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എന്താണ് നിങ്ങൾക്കൂടെ ഇനി ഒരു സ്വാതന്ത്ര്യം വെറുതെ ഓസിന് ആസ്വദിക്കാം. വെറുതെ ഓസിന് നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പോരാടുന്നുണ്ട്. അതിന് നാളുകളിൽ അങ്ങനെ നല്ലൊരു ബെറ്റർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് മാറട്ടെ. അപ്പം അത് നിങ്ങൾക്ക് ഓസിനിരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി എന്താണെങ്കിൽ അവിടുത്തെ വീഡിയോസ് നമുക്ക് കാണാം. ഇത് പറയുമ്പോൾ അഭിജിത് ദീപ്കയൊക്കെ ആണെങ്കിൽ മറ്റേ ടൈഫോയിഡോ സംതിങ് ഇതായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം അതാണ് ഈ ലെഫ്റ്റ് കയ്യിൽ ഇതിന് ട്രിപ്പ് ഇട്ടേക്കുന്നതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. We have bloody colors!
कहते थे इस सरकार में इस्तीफे नहीं होते, कहते थे इस सरकार में इस्तीफे नहीं होते। हम कहना चाहते झुकती है दुनिया, झुकाने वाला चाहिए। ये उन सभी बच्चों के लिए जिनकी जिंदगी धर्मेंद्र प्रधान ने लिए थे। प्रदीप रेडवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीना, प्रिया कुमारी थापा, शिवानी यादव, अनु गिरना। അങ്ങനെ ആ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ഇറങ്ങണം, തെരുവിലോട്ട് ഇറങ്ങണം. ഇപ്പം മറ്റേ ആ സിനിമയ്ക്കകത്തിലെ ഡയലോഗ് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു ജി, നിങ്ങൾ എത്ര തന്നെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, എത്ര തന്നെ നമ്മുടെ വാ മൂടിക്കെട്ടാനെ കൊണ്ട് ശ്രമിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ. ഇതിൻ്റെ തൊട്ടു പുറകെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഈ പറയുന്ന ഈ ഏകാധിപതികളെ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മനസ്സിലായി, ഒരാവശ്യമില്ല. നമുക്ക് ചോദ്യം ചോദിക്കാം, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി. ഇവിടെ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി. കാര്യം ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഇന്ത്യയാണ്, അല്ലേ? അവിടെ പിന്നെ പലരും പറയുന്നൊരു സാധനമാണ്, BJPക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ആന്റി നാഷണൽ ആവുന്നു, അവർ രാജ്യത്തിനെതിരെയാണ്. എന്ത് രാജ്യത്തിനെതിരെ? നമ്മുടെ രാജ്യവും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും രണ്ടും രണ്ടാണ്. അല്ലാതെ BJP അല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ എണ്ണങ്ങൾ. എന്നിത് പറയുമ്പോൾ നമ്മുടെ മോദിജി ഇപ്പോൾ ഉറപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഫ്രാൻസ്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ മോദിജി ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ എടുത്തേക്കുന്നതെന്നറിയോ? എനിക്ക് എത്ര നാളായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്, നമുക്ക് കേൾക്കാം. പലരും പറഞ്ഞേക്കുന്നതാണ്, അവിടെ പോയി സമരം ചെയ്യട്ടെ, എന്നെ ഉണ്ടാക്കാനാണ്. ഉണ്ടാക്കിയത് കണ്ടില്ലേ? അങ്ങനെ മോദിജി ഓരോ സമയത്തേക്കും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ, ഓരോ പേപ്പർ ലീക്കിന്റെ ഒക്കെ സമയത്ത്. पेपर लीक माफिया पर सख्त से सख्त कार्रवाई की जाए। युवाओं के भविष्य के खिलवाड़ करने वाले किसी माफिया को बख्शा नहीं जाएगा। हर पेपर लीक माफिया के खिलाफ बीजेपी सरकार सख्त से सख्त कार्रवाई करेगी। मैं आपको विश्वास दिलाता हूं, भाजपा की सरकार छात्र छात्राओं के भविष्य से खिलवाड़ करने वाले माफिया पर कड़ी कार्रवाई करके रहेगी, छात्र छात्राओं को न्याय दिला करके रहेगी। पेपर लीक जैसी समस्या जो हमारे युवाओं को चिंतित करती थी, हमने बहुत ही कठोर कानून बनाया ताकि उनके मन में जो सवाल या निशान और उनको व्यवस्था के प्रति उनका गुस्सा था, उसको एड्रेस करने का सभी माननीय सांसदों ने देश के युवाओं के मन के भाव को समझ करके बहुत ही महत्वपूर्ण निर्णय किया है। पेपर लीक करने वालों के खिलाफ केंद्र सरकार ने अभी पार्लियामेंट में कुछ ही दिन पहले ही एक कड़ा कानून बनाया है, मजबूत कानून बनाया है। इस कानून के बनने के बाद पेपर लीक माफिया गलत काम करने से पहले 100 बार सोचेगा। नीट के मामले में पूरे देश में लगातार गिरफ्तारियां की जा रही है। केंद्र सरकार पहले ही एक कड़ा कानून बना चुकी है। अरे മോദി ഭായ്, നാട് ഭരിക്കാൻ അറിയത്തില്ലെങ്കിൽ പോയി ചായ അടിക്ക് ഭായ്. പിന്നെ ഓരോ വർഷം ഓരോ തവണയും പുള്ളി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇനി വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരു കട്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ, കുറച്ച് ഭാഗങ്ങൾ മാത്രം. ഇങ്ങനെ ഓരോ വർഷം ഓരോരോ സമയത്ത് ഓരോരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും നാളും എന്തേ മോദിജി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ ഇത് ചെയ്തു? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് നീതിക്ക് വേണ്ടി പോരാടിയതുകൊണ്ട്, നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പോരാടിയതുകൊണ്ട് അല്ലേ? ഇനി മോദിജിയുടെ കുറെ കുറുമ്പുകളുണ്ട്. ഇനി നമ്മളെല്ലാവരും മറന്നു പോകണ്ടാത്ത ഒരു കാര്യമുണ്ട്, വീണ്ടും ഓർത്തെടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ടൈം വെൻ ഇന്ത്യ ഹാഡ് എ സയന്റിസ്റ്റ് ആസ് എ പ്രസിഡന്റ് ആൻഡ് ആൻ എക്കണോമിസ്റ്റ് ആസ് പ്രൈം മിനിസ്റ്റർ. അത് എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടം. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരൻ്റെ കയ്യിൽ നാട് ഭരിക്കാനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ മതം കുത്തിക്കയറ്റിയിട്ട് ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം അല്ലേ? വാവ്. എന്താണെങ്കിലും നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം ഈ മോദിജീനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്,
ആൻഡ് യൂട്യൂബിൻ്റെ അൽഗുരിതം ഇത് എനിക്ക് മനസ്സിലാവണില്ല. യൂട്യൂബ് ഇപ്പോൾ ഫീഡിലോട്ട് കൊണ്ടു തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേൾക്കാം. I have full confidence that the next Prime Minister will be from the UPA coalition, and that without discussing the merits of Mr. Narendra Modi, I sincerely believe that it would be disastrous for the country to have Narendra Modi as the Prime Minister. എക്സാക്ട്ലി അന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് ഇന്ത്യക്ക് തന്നെ ഒരു ഡിസാസ്റ്ററാണ്, ഒരു ദുരന്തമാണ്. അങ്ങനെ ഒരു ദുരന്തമാണ് ജി. നിങ്ങളൊരു തെറ്റാണ് ജി. എന്തുവാ ജി ഇത്? മെലോണിയായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ടിരിക്കുകയാണോ? മെലോണീനെ എല്ലാവരും കമന്റ് ബോക്സിൽ ചെന്നിട്ട് മെലോണി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോട് രാജിവെക്കാൻ പറയും മെലോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവ ആ കൊച്ചിനെ കിടന്ന് എല്ലാവരും കൂടി ഇരുന്ന് കമന്റ് ബോക്സിൽ കിടന്ന് നിർത്തി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുവാന്നേ. ഇനി നമ്മുടെ മോദിജിയുടെ സംഭാവനകൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓരോരുത്തർ ഉണ്ടായിരുന്ന സമയത്തേക്ക് പ്രസ് കോൺഫറൻസുകൾ എത്രത്തോളം നടത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൻമോഹൻ സിംഗ് അദ്ദേഹം 144, ജവഹർലാൽ നെഹ്റു അദ്ദേഹം 75, രാജീവ് ഗാന്ധി 62, ലാൽ ബഹദൂർ ശാസ്ത്രി 56, അടൽ ബിഹാരി വാജ്പേയി 55, ഇന്ദിരാഗാന്ധി 42, PV നരസിംഹറാവു 40, നരേന്ദ്രമോദി വാട്ടെ കണക്ക് ഇറ്റ്സ് 0. ഒരു പ്രസ് മീറ്റ് നടത്താനെ കൊണ്ട് പേടിയുള്ള അതിനുള്ളൊരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് ഇതുവരെ മോദിജി സംസാരിച്ച് നമ്മളിവിടെ കേട്ടിട്ടില്ല. മോദി ദശകം വിദ്യാഭ്യാസത്തോട് ചെയ്തത് പൂട്ടിയത് 94,000 സ്കൂളുകൾ, പഠനം നിർത്തിയത് 2.26 കോടി സ്കൂൾ വിദ്യാർത്ഥികൾ, സർക്കാർ സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ ശതമാനം 71 നിന്ന് 49.24% കുറഞ്ഞു. ചോദ്യപേപ്പർ ചോർന്നതിൽ മനം നൊന്ത ജീവൻ ഒടുക്കിയത് 20-ലേറെ കുട്ടികൾ, പുനഃപരീക്ഷ നടത്തിയത് 48 തവണ. എൻ്റെ മോദിജി ഒരുപാട് മന്ദിരങ്ങൾ ഇവിടെ വരും. നമുക്കതാണ് കുട്ടികൾക്ക് ഈ പറയുന്ന സനാതന ധർമ്മം അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മതം ഇതൊക്കെ മാത്രം ഫീഡ് ചെയ്യാൻ വിദ്യാഭ്യാസം കൊടുക്കണ്ട. എന്തുകൊണ്ടാണ് അവർ കൊടുക്കാനെ കൊണ്ട് മടിക്കുന്നത്? ഇന്നിപ്പോൾ നടന്ന പോലത്തെ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം തന്നേ പറ്റുള്ളൂ. ഓക്കെ, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഓക്കെ ഓം ബ്രാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇനി മോദിജി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഇവരുടെ ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയലായിട്ട് ഇവർ വെച്ചേക്കുന്ന യോഗി ആദിത്യനാഥിനെയാണ്. എൻ്റെ പൊന്നുമക്കളെ, അങ്ങനെ വല്ലതും സംഭവിച്ച് കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി നിങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ അവിടെ യോഗി ആദിത്യനാഥിൻ്റെ അവിടെ നാട്ടിൽ ഇതുപോലെ റോഡുകളിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു യൂട്യൂബർ ഇത്തരത്തിലൊരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഒരാൾ ഇട്ടതിന്റെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ബ്ലോഗ് തയ്യാറാക്കി ആഗ്ര സ്വദേശി അറസ്റ്റിൽ. റോഡിലെ കുഴികളെ പറ്റിയുള്ള വീഡിയോയിലാണ് നടപടി. ആഗ്ര സ്വദേശി റഫീഖ് ഖാനാണ് പോലീസ് പിടിയിലായത്. അറസ്റ്റിന് പിന്നാലെ റഫീഖ് മാപ്പ് പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ആദ്യം കുഴികൾ, ആ വ്ലോഗ്, പിന്നീട് അതിനുശേഷം നടപടി വന്നപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെയുള്ള വീഡിയോ തയ്യാറാക്കിയ ആൾ മാപ്പും പറയും. കാണാം. അങ്ങനെ ഒരു മനുഷ്യൻ പലതും ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നടാവേ. ഇനി മന്ത്രിമാർ പൂക്കികളാണോ? ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകാൻ കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. അപ്പൊ ജിക്ക് മനസ്സിലായി ഇവിടുത്തെ യൂത്ത് എല്ലാം ഈ പറഞ്ഞ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യൂത്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ യൂത്താണ്. അപ്പൊ അവരെല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്, അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഫോളോവേഴ്സ് ഇല്ലാത്ത മന്ത്രിമാരെയൊക്കെ എന്തോ പുറത്താക്കുന്ന എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. എന്ത് ചെയ്യാം? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം പിടിച്ച് മന്ത്രിമാരാക്കൂ. നിങ്ങളെക്കാട്ടി നന്നായിട്ട് അവർ ഭരിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിർമ്മല സീതാറാം ജി പറഞ്ഞേക്കുന്ന കാര്യം, പേപ്പർ ലീക്സ് ഹെൽപ്ഡ് സം സ്റ്റുഡൻസ് ഹു പ്രിപ്പയർഡ് ഈവൻ മോർ, ദെയർ പെർഫോമൻസ് ഇംപ്രൂവ്ഡ്. എൻ്റെ നിർമ്മല സീതാറാം ജി, നിങ്ങൾക്കുള്ള എല്ലാം പുറകെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, അതായത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ. ഇനി അടുത്ത ചോദ്യം, എഥനോൾ വിവാദത്തിൽ നിതിൻ ഗഡ്കരി അയാൾ ഉത്തരം പറയേണ്ടി വരും, അയാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളൊക്കെ ആണെങ്കിൽ നിർമ്മല സീതാറാം ജി, നിങ്ങൾ ഇന്ത്യയുടെ എക്കണോമിക് ഡൗൺഫാളിനെ പറ്റിയിട്ട് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇത് മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങൾ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ മൊത്തം പ്രശ്നമാണല്ലോ എൻ്റെ പൊന്നുജി. എന്താണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ BJP യിലുള്ള ആൾക്കാർ BJP ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. കാരണം മനുഷ്യന്മാരാവാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികളെ തല്ലുന്നതിനേക്കാൾ ഭേദം ചാകുന്നതാണ്. സമരക്കാരെ തല്ലാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് രാജിവെച്ച ഡൽഹി പോലീസ് SI മോഹിത് പറയുന്നു.
അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരും അങ്ങനെ മാറുന്നുണ്ട്. ഇനി വേറൊരാളുടെ വീഡിയോ ഇവിടെ കൊടുക്കുക, BJP-യുടെ ഫ്രണ്ടിൽ അതിൻ്റെ കൊടി എടുത്ത് വെച്ചേക്കാണ്, അത് ഊരി മാറ്റുന്നുണ്ട്. അടുത്തൊരാൾ BJP-യുടെ മറ്റേ ഈ ഐഡന്റിറ്റി കാർഡ് ടാഗ് പോലത്തെ ഒരു സംഭവം എന്തോ ആണെന്ന് തോന്നുന്നത്, കൊടിയാണെന്തോ എന്താണെങ്കിൽ ഈ ഒരു സംഭവം ആണെങ്കിൽ കത്തിച്ച് കളയുന്നുണ്ട്. അവർക്ക് അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയി. എൻ്റെ മാതാപിതാക്കൾ BJP-യുടെ പിന്തുണക്കാരാണ്, നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഞാൻ അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം. മോളെ, നീ നിന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ല തീരുമാനമാണിത്. കാര്യം ഈ അന്ധഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് മക്കള്, നീ ചെയ്ത നല്ലൊരു തീരുമാനം തന്നെയാണ് മോളെ. ഇനി പ്രതിഷേധവും വിയോജിപ്പുകളും ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകം. നീറ്റ് 1ാം റാങ്കുകാരൻ ആര്യൻ ഗുപ്ത. എന്താണെങ്കിലും അവന് ഈ പറയുന്ന വിവരവും വിദ്യാഭ്യാസവും ഒരുമിച്ചുള്ള ഒരു പയ്യനാണ് അവൻ. കാര്യം ഇത് വിദ്യാഭ്യാസം മാത്രം, എന്നാൽ വിവരം എന്ന് വെച്ചാൽ ലെവൽ ഏശം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരുത്തനാണ് മറ്റേ 2ാം റാങ്കുകാരൻ. അവൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ എന്തിനാണ് വെറുതെ സമരത്തിന് പോകുന്നത്, ഈ സമയം ഉണ്ടെങ്കിൽ പോയിരുന്നു പഠിച്ചു വിടായെന്ന്. നീയൊക്കെ എന്തിനാടാ പഠിച്ചിട്ട്? പിന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്തിന്ന് കോടിക്കണക്കിന് വരുന്ന BJP പ്രവർത്തകർക്കുണ്ട്. ശ്രീ BV ഗോപകുമാർ MLA, BJP നിയമസഭാ കക്ഷി നേതാവ്. എൻ്റെ ഗോപകുമാർ MLA, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പ്രധാനമന്ത്രിയെ നമുക്ക് വിമർശിക്കാം. നമ്മുടെ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ഫേമസ് കാർട്ടൂണിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അതായത് വളരെ വിമർശിച്ചുകൊണ്ടുള്ള കാർട്ടൂണും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുകൊണ്ടാണ് കേട്ടോ, സോറി ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, ഇദ്ദേഹത്തെ പറ്റിയിട്ട് മാത്രം ഇതുപോലെ വരയ്ക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം നേരിട്ട് ചോദിച്ചു, ഫേമസ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വന്ന് നേരിട്ട് വന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു, ഇത്തരത്തിൽ എന്തുകൊണ്ട് എന്നെ പറ്റിയിട്ട് എഴുതുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ പറ്റിയിട്ട് വരയ്ക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആ രീതിയിൽ പറയുമ്പോൾ, ഇല്ല, എന്നെ പറ്റിയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ, എങ്കിലല്ലേ എനിക്കത് തിരുത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നൊരു പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഓക്കെ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പണിക്കാരനാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ പണിക്കാരൻ ശരിയായിട്ട് പണിയെടുക്കുന്നില്ല, നമ്മൾ പറയണ്ടേ? അപ്പൊ നമ്മൾ പറയും. പിന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ എൻ്റെ പൊന്ന് ഗോപകുമാർജി. ചിലപ്പോൾ നമ്മളങ്ങ് പേടിച്ച് പോയാലോ. അപ്പൊ ഗോപകുമാർജി, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, എൻ്റെ തന്തട വകയല്ല ഈ രാജ്യം, പറഞ്ഞ മനസ്സിലായ? പിന്നെ ആരും തിരിച്ചറിയില്ല, പക്ഷെ അവർ അവിടെ ഉണ്ടായിരുന്നു. സമരവേദിയിൽ ഒരുക്കത്തോടെ എത്തി കയ്യടി നേടി മേജർ ചുൽസു പട്നി. അപ്പം വേറൊരു ആർമിക്കാരൻ്റെ വീഡിയോ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അല്ല, ഒരു 3-4 മാസം മുന്നേ ഉള്ളതാണ്. പുള്ളി കർണാടകക്കാരൻ എന്തോ ആണ്. പുള്ളി തന്നെ CJP-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJP-ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ട്. അതായത് ആർമിക്കകത്തുള്ള ആളുകൾ പോലും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഇവരുടെ ഈ ഒരു ഭരണത്തിൻ്റെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കാരണമായിട്ട്. റിമൂവ് BJP, സേവ് ഇന്ത്യ, അത്രയേ ഉള്ളൂ. പിന്നെ അമേരിക്കയിൽ വരെ ഇതിൻ്റെ പേരിൽ CJP-നെ സപ്പോർട്ട് ഉള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് അവിടുത്തെ നാഷണൽ മീഡിയാസിൻ്റെ കുറച്ച് സംഭവങ്ങൾ കാണാം. എന്താണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് രഞ്ജിനി ഹരിദാസ് നമ്മുടെ 24 ന്യൂസിൽ കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ പറയുന്ന കാര്യം കേൾക്കാം. ഈ കാര്യങ്ങളൊന്നും ലോകത്തെ കാണിച്ചിട്ടില്ല. മനസ്സിലായി, ഈ കൊച്ചുകൾ അവരുടെ ടെക്നോളജി യൂസ് ചെയ്ത് അവിടെ ഫോൺ യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ സംഭവിച്ചത് പോലും അറിഞ്ഞത്. ഇതിന് പൂർണ്ണമായി അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നാഷണൽ മീഡിയ ഞാൻ വിളിക്കില്ല, സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ പൂർണ്ണമായി തന്നെ അവഗണിച്ചു. എല്ലാ തരത്തിലും അവഗണിച്ചു എന്ന് മാത്രമല്ല, അവരെ ഗൂൺസ് എന്ന് വിളിച്ചു, അവരെ ഗുണ്ടകൾ എന്ന് വിളിച്ചു, അവരെ പണം വാങ്ങുന്നതെന്ന് വിളിച്ചു, അവരെ ദേശദ്രോഹികൾ എന്ന് വിളിച്ചു, അവരെ ആന്റി നാഷണൽ വിളിച്ചു. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. ഇപ്പോഴും ഒരൊറ്റ ദേശീയ മാധ്യമങ്ങളുടെ മൈക്ക് അവിടെ ഇല്ല. പൂർണ്ണമായി ആരവഗണിച്ചാലും കുട്ടികൾ ഉണർന്നാൽ വേണ്ട, നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കൊച്ചുകളുണ്ട് ന്യൂസ് രാജ്യത്തിന് എല്ലാവർക്കും എത്തിക്കാൻ. മനസ്സിലായില്ലേ? ആ 60% കുട്ടികൾ അവരെ എത്തിച്ചോളും അവരുടെ വിജയത്തിന്റെ ഈ ഒരു ന്യൂസ് ലോകത്തല്ല. അങ്ങനെ തന്നെയാണല്ലോ ഈ കഴിഞ്ഞ 40 ദിവസം നടന്നത്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ നടന്നാൽ മതി. എനിക്ക് തോന്നുന്നില്ല ഇനി ഈ നാഷണൽ മീഡിയാസും ഈ എന്താ പറയാ ഒഫീഷ്യൽ മീഡിയ ഹൗസിന്റെ ഒക്കെ വിശ്വാസം, എന്റെ വിശ്വാസം പോയി. ബിക്കോസ് ഞാൻ കണ്ടതാണ് അവിടെ നടന്ന സാധനവും മീഡിയ എന്താണ് റിപ്പോർട്ട് ചെയ്തതും ഒക്കെ നേരെ നാരറ്റീവാണ്. അപ്പൊ കഴിഞ്ഞ ഇത്രയും വർഷം അത് തന്നെ ആയിരിക്കുമല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗൈസ്, നമ്മുടെ മോഡി ബ്രോയ്ക്ക് കിട്ടിയ വലിയൊരു അടി എന്താണെന്നറിയോ? കാര്യം നമ്മുടെ മോഡി ബ്രോ ആണെങ്കിൽ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലത്തെ പരിപാടി, ഇതുപോലെ ഗോദി മീഡിയാസ്, അത് വിലക്ക് വാങ്ങിച്ചിരിക്കുന്ന മീഡിയാസിനെ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ അങ്ങനെ ഫീഡ് ചെയ്ത ആൾക്കാരിലോട്ട് അങ്ങ് എത്തിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റൊരാൾ പോലും ആ ന്യൂസ് ചാനൽസ് കാണുന്നില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ മാത്രം സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വിലക്ക് വാങ്ങാനെ കൊണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് വിലക്ക് വാങ്ങിച്ചാൽ അതിനകത്തോടെ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല, ആരും കാണാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് നമ്മുടെ മോദിജി വന്നു. ഓക്കെ, അതുകൊണ്ടാണ് മോദി ബ്രോ. പിന്നെ എന്തുവാ, അങ്ങേർക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ല, ഇതുപോലെ വീഡിയോക്കകത്തോടെ വന്നിട്ട് പുള്ളിക്ക് വീഡിയോസിൻ്റെ അടുത്തൂടെ ഒന്ന് പറഞ്ഞാൽ തരുന്നില്ല. അപ്പോൾ അതല്ല ചെയ്തത്. ഇങ്ങനെ ചെയ്തതിൻ്റെ സംഭവം മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഇതിൻ്റെ പുറമേ തന്നെ എത്രയോ ഇൻഫ്ലുവൻസേഴ്സിന് പൈസ കൊടുത്ത് വാങ്ങാനെ കൊണ്ട് ശ്രമിച്ചു. ഇനി പേളിയുമാണ് ദിയകൃഷ്ണ, ഇവരൊക്കെ വല്ല പൈസ വാങ്ങിച്ചാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അവരുടെ ഉള്ളിൽ ഈ പറയുന്ന എന്താണെങ്കിലും ആ കാവിക്കൊടി എന്താണെങ്കിലും തെളിഞ്ഞു വന്നല്ലോ പുറത്തോട്ട്. ഇനി അവിടുത്തെ ഈ പറയുന്ന ഗോദി മീഡിയാസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ രഞ്ജിത് ഹരിദാസ് പറഞ്ഞ പോലെ തന്നെ അത് നമുക്കൊന്ന് വായിക്കാം. അർണബ് ഗോസ്വാമി, റിപ്പബ്ലിക് TVയുടെ CJP-ക്കാർ വിഘടനവാദികൾ, അവർക്ക് ഫണ്ട് ചെയ്യുന്നത് പലസ്തീനും മലേഷ്യയും കാൻസസുമാണെന്നും പറഞ്ഞുകൊണ്ടിട്ട് പറഞ്ഞേക്കാണ് ഇയാള്.
ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് നിങ്ങൾ പരാതി കൊടുക്കൂ, അവരെ അറിയിക്കൂ. കാര്യം അവരെ ഒരുമാതിരി നിങ്ങൾ കളിയാക്കുന്ന പോലെ അല്ല ഇങ്ങനെ വർത്തമാനം എന്ന് പറയുന്നത്. അമൻ ചോപ്ര ന്യൂസ് 18 1 മണിക്കൂർ നിരാഹാരം ഇരുന്നതിന് അഭിജിത്ത് കരയുകയാണ്. സോനം വാങ്ചുക് പട്ടിണി കിടക്കുമ്പോൾ നൃത്തം ചെയ്ത് ഫുഡ് ഫെസ്റ്റ് നടത്തി ആഘോഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വേദന മനസ്സിലായിരുന്നോ? അമിഷ് ഗേവ്ഗൻ ന്യൂസ് 18 59കാരനായ വാങ്ചുക്കിനെ പട്ടിണി കിട്ടി പാറ്റകൾ ഭക്ഷണം കഴിച്ച് അതിന്റെ റിവ്യൂ ഇടുകയാണ്. എന്തുകൊണ്ട് അഭിജിത്ത് നിരാഹാരം ഇരിക്കുന്നില്ല? സുധീർ ചൗധരി ദൂരദർശൻ അഭിജിത്തിന് മാത്രമേ സോനം വാങ്ചുക്കിനെ രക്ഷിക്കാനാകൂ. നിരാഹാരം അവസാനിപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകൂ. നിശാന്ത് സിൻഹ ന്യൂസ് 18 അക്രമികളെ തടയാൻ പോലീസ് ലാത്തിചാർജ് നടത്തിയാൽ സർക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു എന്നല്ല പറയേണ്ടത്. വിദ്യാർത്ഥികളുടെ വികാരം രോഷങ്ങളും മുതലെടുക്കുകയാണ് BJP-കാർ. പത്മ ജോഷി NDTV സോനം വാങ്ചുക് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയാണ്, അതെങ്ങനെ ചെയ്യാനാകും? ചിത്ര ത്രിപാഠി ABP ന്യൂസ് ഓരോ പൗരന്റെയും ജീവൻ രക്ഷിക്കുക എന്നത് സർക്കാരിന്റെ കടമയാണ്. ആ കടമയാണ് ഡൽഹി പോലീസ് ചെയ്തത്. പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ വലുതായിരിക്കില്ല, എന്നാൽ BJP സർക്കാരിന് അങ്ങനെയല്ല. റൂബിക ലിയാഖത്ത് ടൈംസ് നൗ സോനം വാങ്ചുക് നിങ്ങൾ ഇരിക്കുന്ന വേദിക്ക് പ്രശ്നമുണ്ട്. അത് ദേശവിരോധികളുടെ മതവിരോധികളുടെ സാമൂഹ്യ വിരോധികളുടെ ഒരു കൂട്ടമാണ്. അവർ മോദിക്കെതിരെയാണ്, ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും എതിരെയാണ്. സുരേഷ് ചവാങ്കെ സുദർശൻ ന്യൂസ് ജന്തർ മന്ദറിലെ പ്രതിഷേധക്കാർ ശ്രീരാമനെ അപമാനിക്കുകയാണ്. ശ്രീരാമൻ ഇതുവല്ലോ അറിയുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ശ്രീരാമൻ ഇതുവല്ലോ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ നല്ല തെരണ്ടിവാലിനടിക്കുക. നിങ്ങളെയൊക്കെ ഒരാളുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ പുറകെ നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്ന സംഭവമാണ്. ടൊവിനോയുടെ വീടിന് നേരെ BJP മാർച്ച്, കേസില്ല. ഇന്ദിരാഭവന് നേരെ BJP മാർച്ച്, കേസില്ല. ദില്ലി സമരത്തെ അനുകൂലിച്ച് പ്രതിഷേധം, സ്വമേധയാ കേസ്. ശരിക്കും കേരളം ആരാ ഭരിക്കുന്നത്? ശരിയല്ലേ? അപ്പൊ ശരിക്കും ഇത് കേരളം ആരാ ഭരിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ റോബിൻജിയുടെ ഒക്കെ ആണെങ്കിൽ അവിടെ പോയിട്ടുള്ള ബാരിക്കേഡിനെ വന്നിട്ട് പ്ലക്കിയിട്ട് ബാരിക്കേഡിന് ഓർഗാസം അടിച്ചിട്ട് ഉമ്മാറ നേരത്ത് വെള്ളം ചീറ്റുന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മുട്ടൻ കോമഡി. എന്തിനാ അവർ പോയിട്ട് പ്രതിഷേധം ഉണ്ടാക്കുന്നതിന് ജിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ കുറെ വാഹനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് ആണല്ലോ, അതിനകത്ത് കുറെ പേര് വന്ന് കൊണ്ടിട്ടേക്കുന്ന സാധനങ്ങൾ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഈ പ്ലക്കാർഡും കൊണ്ട് വന്നിട്ട് പ്ലക്ക് വിടുന്ന പരിപാടിയായിരുന്നു ഈ ഒരു ഗവൺമെന്റിന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോരം ചിരിക്കാനുള്ള വകകളുണ്ടായിരുന്നു അറിയോ ഇതിനകത്ത്. സീരിയസ്ലി ഗൈസ്, ഞാനത് സെപ്പറേറ്റ് ആ സാധനങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. കാര്യം ചിരിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അമ്മാതിരി ഊക്കാണ്, ഒരു മയമില്ലാത്ത രീതിയിലാണ് ഊക്ക് വിടുന്നത്. സീരിയസ്ലി ഗൈസ്. എന്താണെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ അങ്ങനെ 2026 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ പടി നമ്മൾ അതിലോട്ട് ചവിട്ടിയിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് ഇന്ത്യക്ക് ആര് പ്രധാനമന്ത്രിയാവും? രാഹുൽ ഗാന്ധി ഒരു കഴിവില്ലാത്തൊരു കഴിവേട്ടനായിട്ടാണ് എനിക്ക് പലപ്പോഴും സീരിയസ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തി തമിഴ്നാട് CM വിജയാണ്. നമ്മുടെ വിജയാണ് ഇനി കയറി വന്നിട്ടേ കാര്യമുള്ളൂ. എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് സോനം വാങ്ചുക് അദ്ദേഹത്തിനെ ആക്കണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. പിന്നെ മോദിജി വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്, യു മെസ്ഡ് വിത്ത് ദ റോങ് ജനറേഷൻ, സോ നെവർ എവർ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. പിന്നെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ചെയ്ത പരിപാടികളൊന്നും ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒന്നും നമ്മൾ മറന്നിട്ടില്ല കേട്ടാ. അപ്പം ശരി, ബൈ.